UDF സർക്കാർ അധികാരമേറ്റെടുത്തതിന് തൊട്ടടുത്ത ദിവസം എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് മണ്ഡലത്തിലെ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ പരിയത്തുകാവ് എന്ന പ്രദേശത്തെ 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ഇടപെടൽ നടത്തിയ പോലീസിനെ നാം കണ്ടതാണ്. ജനങ്ങളെ മർദ്ദിക്കുന്നു, അവർക്ക് മേലെ ജലപീരങ്കി ഉപയോഗിക്കുന്നു, അവരെ കൂട്ടമായി അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ വലിയ വാർത്തയാകുകയും വലിയ ചർച്ചയാകുകയും ചെയ്തു. UDF വന്നാൽ പോലീസിൻ്റെ നിലപാടെന്താണ്, നയമെന്താണ് എന്ന് വിളിച്ചു പറയുന്ന സംഭവമാണ്. ജനങ്ങൾ ചെറുത്തുനിന്നു. ഒടുവിൽ പോലീസിനും കുടിയൊഴിപ്പിക്കാൻ വന്നവർക്കും തിരിച്ചു പോകേണ്ടി വന്നു. ഇപ്പോഴും അവരുടെ മുകളിൽ ഡെമോക്രസിൻ്റെ വാള് പോലെ തൂങ്ങി നിൽക്കുന്നുണ്ട്. ഏത് നിമിഷവും അവരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാം. പക്ഷേ അവിടെ നിന്ന് കുടിയൊഴിഞ്ഞു പോകില്ല. ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലമാണ് ഇത്. പതിറ്റാണ്ടുകളായി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തണം. അതാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞത് എന്ന നിലപാടാണ് പരിയത്തുകാവിലെ 7 കുടുംബങ്ങൾ സ്വീകരിക്കുന്നത്. എന്നാൽ അതിന് തയ്യാറാകാതെ അവരെ അവിടെ നിന്നും മാറ്റി പുനരധിവസിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞ മറുപടിയിൽ അതുണ്ട്. ആ വാക്കുകൾ കേൾക്കാം. 14 പ്രാവശ്യം ഇതിനു മുൻപ് ഈ റിക്കവറി പ്രൊസീഡിങ്സുമായിട്ട് അവിടെ എവിക്ഷൻ നടപടികളുമായിട്ട് അവിടെ ചെന്നിട്ടുണ്ട്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ അടുത്ത ദിവസമാണ് 15ാമത്തെ പ്രാവശ്യമാണ് അവിടെ ചെല്ലുന്നത്. ലാസ്റ്റ് പ്രാവശ്യം അവിടെ സംഘർഷം ഉണ്ടായി. ഞങ്ങൾ അപ്പം തന്നെ ഇടപെട്ടു. എറണാകുളം ജില്ലയുടെ കൂടി ചുമതലയുള്ള മന്ത്രി റോജി എം ജോൺ അവരുടെ യോഗം വിളിച്ചു ചേർത്തു. നടപടികൾ സ്വീകരിക്കാൻ പറഞ്ഞു. അതേ അവസരത്തിൽ അഡ്വക്കേറ്റ് ജനറൽ മുഖേന ഹൈക്കോടതിയിൽ നിന്ന് 2 ആഴ്ച സമയം വാങ്ങിച്ചു. റോജി എം ജോൺ ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയെയും അവിടുത്തെ MLAയെയും ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രമ്യമായി ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കും. അവർക്ക് ഭൂമി കൊടുത്ത് അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സർക്കാർ പ്ലീസ് അവർക്ക് സ്ഥലം കൊടുത്ത് വീട് നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്നൊരു സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അവർ ആ വിഷയം അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ഒഴിഞ്ഞു പോകാൻ തയ്യാറില്ല. ഞങ്ങൾ താമസിച്ച ഭൂമി, സ്ഥലം, വീട് അതൊക്കെ ഞങ്ങൾക്ക് വിട്ടുതരണം. ഞങ്ങൾ അവിടെ തന്നെ താമസിക്കും, ഒഴിഞ്ഞു പോകില്ല. പുനരധിവാസം ഇതുവരെയും ചർച്ച ചെയ്തിട്ടില്ല. പുനരധിവാസം ചർച്ച ചെയ്യുന്നത് ഒഴിപ്പിക്കാൻ വന്നവർക്ക് വേണ്ടിയാണ് എന്നാണ് പരിയത്തുകാവിലെ ജനങ്ങൾ പറയുന്നത്. അവരുടെ പ്രതിനിധിയുടെ വാക്കുകൾ കേൾക്കാം. ഇതുവരെ നമ്മുടെ ചർച്ച നടന്നിട്ടില്ല. എന്നാൽ ഇവിടെ 20-ാം തീയതി ഒഴിപ്പിക്കൽ വിഷയം കഴിഞ്ഞു. 22-ാം തീയതി ഒരു കളക്ടറേറ്റിൽ ചർച്ച നടത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് അവിടെ ആവശ്യപ്പെട്ടത് ഞങ്ങൾ ഇവിടെ ഇത്ര വർഷമായിട്ട് താമസിക്കുന്നതാണ്. ഈ പറയുന്ന ഈ സ്ഥലം 19 ഏക്കർ ഒരു ഹൈക്കോടതി ഉത്തരവുണ്ട്, അതൊന്ന് അളന്ന് തിട്ടപ്പെടുത്തണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളിവിടുന്ന് പോവില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇത്ര വർഷങ്ങൾ ഞങ്ങൾ താമസിക്കുന്നതാണ്. ഇവിടെ അച്ഛനൊക്കെ അടക്കം ചെയ്തതാണ്. അമ്പലമുണ്ട്. ഞങ്ങൾ സർപ്പക്കാർക്ക് ഞങ്ങൾ സംസാരിച്ചാണ് അവിടെ. അത് സംസാരിച്ച് ഞങ്ങൾ പോന്നു. പക്ഷേ നമ്മളിതുവരെ പുനരധിവാസമോ അങ്ങനെ ഒരു ചർച്ച ചെയ്തൊരു വന്നിട്ടില്ല. വേറെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. പക്ഷെ ഇന്ന് മുഖ്യമന്ത്രി സഭയെ പറഞ്ഞു നമുക്ക് വീട് സ്ഥലം വേറെ തരാം, അവർ നമ്മളെ സമ്മതിച്ചെന്നൊക്കെ പറയും. ഞങ്ങളായിട്ട് ഇതുപോലെ ചർച്ച ചെയ്യാതെ പിന്നെ എങ്ങനെ സമ്മതിച്ചത് നമുക്കറിയില്ല. ഇനി അതിന്റെ വേറെ താല്പര്യത്തിന് പുറത്ത് പറയണമെന്ന് അറിയാൻ പാടില്ല, മറ്റുള്ളവരുടെ താല്പര്യത്തിന് പുറത്ത് പറയണമെന്ന് അറിയാനും പാടില്ല. ഇല്ല, അന്ന് നമ്മൾ പറഞ്ഞത് പുനരധിവാസമല്ല വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ തന്നെ താമസിക്കാനോ വേണം. നമ്മൾ ഇത്ര വർഷമായിട്ട് താമസിക്കുന്നത്. അപ്പോഴും മന്ത്രിയോട് നമ്മൾ അത് സംസാരിച്ചിട്ടുള്ളൂ. ആർക്കു വേണ്ടിയാണ് സർക്കാർ നിൽക്കുന്നത്? ആരോടൊപ്പമാണ് സർക്കാർ നിൽക്കുന്നത്? ഈ നിരാലംബരായ മനുഷ്യരോടൊപ്പമല്ലേ നിൽക്കേണ്ടത്? അതിനു പകരം ഭൂമാഫിയയുടെ കൂടെയാണോ നിൽക്കുന്നത്? ഈ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. UDF സർക്കാരിൻ്റെ ജനങ്ങളോടുള്ള നിലപാട് എന്താണ് എന്ന് വിളിച്ചു പറയുകയാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി VD സതീശൻ ചെയ്തിരിക്കുന്നത്. വലിയ പ്രതിഷേധം തന്നെ അതിനെതിരെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. എന്തു തന്നെയായാലും ഒഴിഞ്ഞു പോകില്ല. ഞങ്ങളെ ഭൂമാഫിയയ്ക്ക് വേണ്ടി ഒഴിപ്പിക്കരുത്. ഈ നിലപാടാണ് 7 കുടുംബങ്ങൾ സ്വീകരിക്കുന്നത്. എന്നാൽ VD സതീശനും സർക്കാരും നിൽക്കുന്നത് ഭൂമാഫിയോടൊപ്പമാണോ എന്ന സംശയം ഉയരുകയാണ്. കാരണം അവരെ വേറെ സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കും, അവർക്ക് വീടും സ്ഥലവും സർക്കാർ നൽകും എന്നാണ് പറയുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നിലവിലുള്ള ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി പുറമ്പോക്ക് ഭൂമി ഏതാണ് എന്ന് കണ്ടെത്തി പുറമ്പോക്ക് ഭൂമിയിലാണ് താമസിക്കുന്നത് എന്നാണ് 7 കുടുംബങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അവർക്ക് ആ ഭൂമി പതിച്ചു നൽകിയാൽ മതി. ഈ ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതിനുവേണ്ടിയാണ് നടപടിയെടുക്കേണ്ടത്, അല്ലാതെ അവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് കൊണ്ടുപോകാനല്ല. ഇതാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. ഇതാണ് സർക്കാർ ചെയ്യേണ്ടിയിരുന്നതും. പക്ഷേ സർക്കാരിൻ്റെ പോക്ക് തെറ്റായ വഴിക്കാണ് എന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഒരു വിളിച്ചു പറയലാണ് നിയമസഭയ്ക്ക് അകത്ത് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ.